മാതൃശിശു സംരക്ഷണമായിരുന്നു ഞങ്ങളുടെ വർക്ക്. ഓണററി ഒന്നുമില്ലാതെ തന്നെ ഇൻസെൻറ്റീവ് വെച്ചിട്ട് മാതൃശിശു സംരക്ഷണമായിരുന്നെങ്കിലും അതങ്ങോട്ട് പെരുകി പിന്നെ എല്ലാ വർക്കും ഞങ്ങളുടെ തലയ്ക്ക് വന്നു. ഇതൊക്കെ അടിച്ചേൽപ്പിക്കുകയല്ല, ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടണം, ഞങ്ങൾക്ക് അതിനുള്ള വേതനം കിട്ടണം. 26,000 ആശമാര് CPM, ഞങ്ങളിവിടെ CPM പിന്നെ കോൺഗ്രസ് BJP അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്കൊരു തുച്ഛമായ വേതനം കൂട്ടിത്തരാൻ ഇവർക്ക് എന്താണ് വേദന? ഞങ്ങൾ രാവും പകലും പണിയെടുക്കുന്ന ആൾക്കാരുടെ ചെറുതായിട്ടെങ്കിലും ഒരു വേതനം സർക്കാരിന് തന്നുകൂടെ? ഞങ്ങളോട് എന്തിനാ ഇത്ര ക്രൂരത കാണിക്കാത്ത സർക്കാർ? ഞങ്ങൾ പാലക്കാട് ഡിസ്ട്രിക്റ്റ് കരിമ്പുഴ പഞ്ചായത്ത്. ഇന്ന് രാവിലെ, ഇന്നലെ ഞങ്ങൾ 4 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം സർക്കാർ സമരം അവസാനിപ്പിച്ചോളൂ, ജോലി കയറിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്? നിങ്ങൾ ആവശ്യങ്ങളൊന്നും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയാതെ സമരം അവസാനിപ്പിച്ചോളൂ എന്നുള്ള നിലപാടിലാണ് സർക്കാർ ഉള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാൻ? സമരം അവസാനിപ്പിക്കില്ല, അങ്ങനൊരു നിലപാടിലല്ല. പിന്നെ ബദൽ സംവിധാനങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ നടപടി തുടങ്ങിയിട്ടുണ്ട് അവർ. പക്ഷേ അതെന്തായാലും ഞങ്ങൾ സമ്മതിച്ചു തരില്ല. അത് മാത്രമല്ല, ഞങ്ങൾ ഫസ്റ്റ് അമ്മയും കുഞ്ഞും മാതൃശിശു സംരക്ഷണമായിരുന്നു ഞങ്ങളുടെ വർക്ക്. ഓണററി ഒന്നുമില്ലാതെ തന്നെ ഇൻസെൻറ്റീവ് വെച്ചിട്ട് മാതൃശിശു സംരക്ഷണമായിരുന്നെങ്കിലും അതങ്ങോട്ട് പെരുകി പിന്നെ എല്ലാ വർക്കും ഞങ്ങളുടെ തലയ്ക്ക് വന്നു. ഇപ്പോൾ ടീനേജിൻ്റെ കണക്ക് കൊടുക്കണം, 0 to 5 കണക്ക് കൊടുക്കണം, ടീനേജിൻ്റെ കൊടുക്കണം, 30 above കൊടുക്കണം, പിന്നെ 10 to 19 കൊടുക്കണം, 10 to 49 കൊടുക്കണം, 60 above കൊടുക്കണം, കിടപ്പ് രോഗികളുടെ കൊടുക്കണം. അങ്ങനെ ഒത്തിരി എല്ലാ കാര്യങ്ങളും ഒരു വീട്ടിലുള്ള ഒരു നാട്ടിലുള്ള എല്ലാവരും കൂടെ കിട്ടുകയാണെങ്കിൽ അവർക്ക് സർക്കാരിന്, ഏത് സർക്കാരായിക്കോട്ടെ, ഞാൻ ഇന്ന സർക്കാർ എന്നല്ല പറഞ്ഞത്, ഏത് സർക്കാരിനാണെങ്കിലും ജനന മരണ കണക്ക്, ഒരു പനി വന്ന ഒരു ആശുപത്രിയിൽ അഡ്മിറ്റായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, LCDC ചെയ്യണം, പൾസ് പോളിയോ ചെയ്യണം, ബ്ലീച്ചിങ് പൗഡർ ക്ലോറിനേഷൻ ചെയ്യണം. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന വർക്കുകളാണ്. അപ്പം പിന്നെ ഞങ്ങൾ പൈസ ചോദിക്കില്ലേ? അന്ന് ഞങ്ങൾക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു 4 ആഴ്ചയിൽ 14 മണിക്കൂർ, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 12 മണിക്കൂർ അങ്ങനെയൊക്കെ ജോലി ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അപ്പം നമുക്ക് തൊഴിലുറപ്പിന് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ജീവിതമാർഗം കണ്ടെത്തായിരുന്നു. അതൊരു ജനസേവനമായി ഞങ്ങൾക്ക് ഇതുമായി. സമയം കിട്ടുമ്പോൾ നമുക്ക് പോയാൽ മതി. ഇതൊക്കെ അടിച്ചേൽപ്പിക്കുകയല്ല, ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടണം, ഞങ്ങൾക്ക് അതിനുള്ള വേതനം കിട്ടണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് അവർ പറയുന്നുണ്ടായിരുന്നു 20,000 ആശമാർ 26,000 ആശമാർ CPM, ഞങ്ങളിവിടെ CPM പിന്നെ കോൺഗ്രസ് BJP അങ്ങനെയൊന്നുമില്ല. CPMകാരനെ ഈ സമരത്തിന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ ആരും വന്ന് നേരിട്ട് ഞങ്ങളെപ്പോലെ പറയാൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ഭരണമാണ്. അപ്പോൾ അവർക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത്രയും ഭീഷണിയാണ് അവർക്ക്. ഫോണിൽ കൂടെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പോവരുത്, സമരത്തിന് പോവരുത്, നിങ്ങളെ ഇന്ന് കളയും, അങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഫുൾ ഡേ വർക്കാണ് ഞങ്ങൾക്ക്. 24 മണിക്കൂർ ഞങ്ങൾക്ക് തികയുന്നില്ല. ഒരു ജോലിക്കും ഞങ്ങൾക്ക് പോകാൻ പാടില്ല. ഒരു വീട്ടിൽ ഇപ്പോൾ ഞാനൊരു ആശയാണ്, 271 വീടുണ്ട് എനിക്ക്. അവിടെ എത്ര കിണറുണ്ടെന്ന് ഞങ്ങൾ കൊടുക്കണം, അവിടെ തൊഴുത്തുണ്ടോ എന്ന് കൊടുക്കണം, പൊതുകിണറുകൾ എത്ര ഉണ്ടെന്ന് കൊടുക്കണം. ഇതൊക്കെ ഞങ്ങൾ കൊടുക്കേണ്ട കണക്കാണ്. പിന്നെ ഞങ്ങൾക്കൊരു തുച്ഛമായ വേതനം കൂട്ടിത്തരാൻ ഇവർക്ക് എന്താണ് വേദന? സർക്കാർ ഏതോ ആയിക്കോട്ടെ, സർക്കാരിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ഏതാണോ അത്, അത്രേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാതെ ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങൾക്ക് പിരിച്ചു തന്നിട്ടാണ് ഞങ്ങൾ വണ്ടി പിടിച്ച് വന്നത്. ഈ വേതനം കിട്ടുന്നില്ലല്ലോ ഞങ്ങൾക്ക്. ഇപ്പോൾ 2 മാസത്തെ ഓണറേറിയം കയറിയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോഴേക്കും 14,000-ന് 54,000 കടമായിട്ടുണ്ട്. ഒരു ജോലിക്ക് ഞങ്ങളെ പോകാൻ അനുവദിക്കുന്നില്ല. ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതമാർഗം അങ്ങനെ കഴിയും. പിന്നെ ഇതൊരു സാമൂഹ്യ സേവനമായിട്ട് നമുക്ക് കാണാം, ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. അതിനുള്ള എൻ്റെ പേര് പാർവതി ശശി. എടുക്കുന്ന ജോലിക്ക് വേതനം കിട്ടുന്നില്ല. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഞാനും പാലക്കാട് ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്തിലത്തെ ആശാവർക്കർമാരാണ്. ഞങ്ങൾ കുറേ ആളുകൾ 10-13 പേര് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുത്തിട്ട് ഞങ്ങൾ സമരം അവസാനിക്കും. അതുവരെ ഞങ്ങൾ സമരം ചെയ്യും. സർക്കാരിന് വേതനം തരാൻ എന്താണ് ഇത്ര ഒരു മടി? ഞങ്ങൾ രാവും പകലും പണിയെടുക്കുന്ന ആൾക്കാരുടെ ചെറുതായിട്ടെങ്കിലും ഒരു വേതനം സർക്കാരിന് തന്നുകൂടെ? ഞങ്ങളോട് എന്തിനാ ഇത്ര ക്രൂരത കാണിക്കാത്ത സർക്കാരിനെ? അത്രയുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്.